നമസ്കാരം. മലയാള സിനിമാ രംഗത്തുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ ഒരു പ്രത്യേക സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും മലപ്പുറം നിലമ്പൂർ MLA ആയിട്ടുള്ള PV അൻവറിന്റെ പുറകെയാണ്. PV അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നാണ് ഓൺലൈൻ ചാനലായിട്ടുള്ള മറുനാടൻ മലയാളിക്കെതിരെ മറുനാടൻ മലയാളി പൂട്ടിക്കും അതിന്റെ ഓണറായിട്ടുള്ള സാജൻ സ്കറിയെ അകത്താക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങളായിരുന്നു. കേസുകളായി, വിഷയങ്ങളായി, പോലീസിന്റെ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങളായി. പക്ഷെ ഇപ്പോഴും ആ ചാനലൊക്കെ നടക്കുന്നുണ്ട്, അത് എന്തുപോട്ടെ. പക്ഷെ ഇപ്പോ കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടാണ് PV അൻവറിന്റെ ഇപ്പോഴത്തെ അംഗം. ഈ അംഗത്തിൽ ഒരു SP-ക്ക് പത്തനംതിട്ട SP-ക്ക് ഇപ്പോ സസ്പെൻഷൻ ആയിട്ടുണ്ട്. അതോടൊപ്പം ADGP അജിത് കുമാറിന് ഏകദേശം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചലനം അല്ലെങ്കിൽ സ്ഥാനം അദ്ദേഹത്തിന്റെ മാറ്റാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഉള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് തൊട്ട് മുന്നായിട്ട് ആദ്യം നടന്നത് ഒരു പൊതുസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ, ഒരു ഉദ്ഘാടന ചടങ്ങിൽ വെച്ചുകൊണ്ട് മലപ്പുറം SP ആയിട്ടുള്ള ശശിധരനെ പരസ്യമായിട്ട് PV അൻവർ അപമാനിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അതൊക്കെ മീഡിയകൾ വലിയ രീതിയിൽ മുന്നോട്ടിച്ചു. മലപ്പുറം ജില്ലക്ക് വലിയ രീതിയിലുള്ള പ്രത്യേകതകളുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വലിയ രാഷ്ട്രീയ തലവന്മാർക്ക് എന്നും പ്രിയപ്പെട്ട ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. അപ്പൊ ഇതിനൊക്കെ ഒരുപാട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഒക്കെ കളികൾ എല്ലാം ഉണ്ട്, അതിലൊന്നും തർക്കമില്ല. അപ്പോ ഈ മലപ്പുറം SP ആയിട്ടുള്ള ശശിധരൻ എന്ന് പറയുന്ന വ്യക്തി പരിപാടിക്ക് വരുന്നത് വൈകി എന്നുള്ളതാണ് ഒരു കാര്യം. പരിപാടിക്ക് വരുന്നത് വൈകി എന്നുള്ള ഒരു സംഭവം. പിന്നെ രണ്ടാമത്തത് മലപ്പുറം SP-യുടെ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന ഒരു മരങ്ങൾ എന്തോ മുറിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വിറ്റുമെന്നോ, അത് വിറ്റതിന്റെ ബാക്കി അല്ലെങ്കിൽ മുറിച്ചെടുത്തതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഈ നിലമ്പൂർ MLA അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ തടഞ്ഞു ഒരു പോലീസുകാരൻ. അങ്ങനെയുള്ള കലാപരിപാടിയൊക്കെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. എന്താണെങ്കിൽ ഈ ശശിധരൻ എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആരാണ്? അദ്ദേഹം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഏറ്റവും കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. നിരവധി കേസുകൾ തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതിൽ ഏറ്റവും നമ്മൾ കേരളത്തിലെ ഓരോ കുടുംബവും ചർച്ച ചെയ്ത, മലയാളി ചർച്ച ചെയ്യാൻ ഇരിക്കുന്ന ഒരു മലയാളിയും ആ വിഷയത്തിലുണ്ടാവില്ല. എല്ലാവരും ആ ഒരു കേസ് അറിയാവുന്നതാണ്. ഈ ഇലന്തൂർ എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ സ്ഥലത്ത് നടന്ന നരബലി. നമ്മൾക്കറിയാം. അതിൽ ആ സ്ത്രീയുടെ പേര് പത്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ, ഒരു തമിഴ്നാട് സ്വദേശിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമായിരുന്നു. ആ കേസ് അന്വേഷിച്ച് വന്ന സമയത്താണ് ഇങ്ങനെയൊരു നരബലി നടന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് പുറത്ത് വരുന്നത്. ഈ കേസ് തെളിയിച്ചത് അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവന്നത് ഈ ശശിധരൻ എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ പോലീസ് മേധാവിയുടെ വലിയ തരത്തിലുള്ള കാഴ്ചപ്പാടുകളും കഴിവുമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം എത്രത്തോളം വലിയ രീതിയിലുള്ള സത്യസന്ധത പുലർത്തുന്നുണ്ട് എന്നുള്ളതിലും തർക്കമില്ല. അപ്പോ ഈ ശശിധരൻ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര്, ശശിധരൻ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഈ SP സുജിത് ദാസ് ആയിക്കോട്ടെ, MR അജിത് കുമാർ ADGP ആയിക്കോട്ടെ, ഇവരൊക്കെ ആരാണ് എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ടറിയാം. ഇവരൊക്കെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്, ആരാണ് ഇതിന്റെ പുറകിൽ? ചിന്തിച്ചാൽ നമ്മൾക്ക് ബോധ്യപ്പെടും. ഇതിന്റെയൊക്കെ പുറകിൽ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രീണന രാഷ്ട്രീയത്തിന്റെ മുതലാളിമാരാണെന്നുള്ളത് തർക്കമില്ല. ഇവരൊക്കെ ഒഴിവാക്കിയിട്ട് ഈ സ്ഥാനങ്ങളിലേക്കൊക്കെ വേറെ മറ്റ് പല ആളുകളെയും കുത്തി നിറക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഹോബി. അല്ലെങ്കിൽ ഒരു MLA ഇങ്ങനെ ഒരു പരാതി പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടിയെടുക്കാനും മറ്റുള്ള കലാപരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത്? MR അജിത് കുമാർ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ചോദിച്ചത്, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ ചോദിച്ചതിന് ശേഷം അദ്ദേഹം ഒറ്റ മറുപടി പറഞ്ഞു, എനിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ വേണ്ടി, അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് ഒരു ആരോപണം വന്നിട്ടുണ്ട്, അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ഏത് ഉദ്യോഗസ്ഥനെയും ഏത് വിഭാഗത്തിലെ ആളുകളെയും വേണമെങ്കിലും മുഖ്യമന്ത്രിക്ക് ചുമതലപ്പെടുത്താനുള്ള അധികാരമുണ്ട്. അത് താങ്കൾക്ക് ചെയ്യാം. ഇതിന്റെ അപേക്ഷയാണ്. എനിക്കെതിരെയുള്ള ആരോപണം നിങ്ങൾ തെളിയിക്കൂ എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി അടുത്ത് പരാതി കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആണ്. ഇതിൽ വലിയ കഥകളൊന്നും പറയാനില്ല. അദ്ദേഹം കൊട്ടാരം പോലത്തെ വീട് പണിയുന്നോ, ADGP കൊട്ടാരം പോലത്തെ വീട് പണിയുന്നു എന്നുള്ളതാണ് ആരോപണം. ഈ കൊട്ടാരം പോലത്തെ വീട് പണിതിട്ടുള്ളത് ആരൊക്കെയാണ്? മുഖ്യമന്ത്രി അടക്കമുള്ള കേവലം ഒരു ചെത്തു തൊഴിലാളിയുടെ മകനായ പിണറായി വിജയൻ. രണ്ടാമത് ചെത്തു തൊഴിലാളിക്ക് ഉപരിയായിട്ട് സാധാരണക്കാരന്റെ പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനായി ഉയർന്നു വന്ന വ്യക്തി എങ്ങനെയാണ് വടയും ചായയും അല്ലെങ്കിൽ പരിപ്പടയും ചായയും ബീഡിയൊക്കെ ആയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട പോഷക സമൃദ്ധമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സമയത്ത് ആഹാരം.
ഈ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്റെ പോഷക സമൃദ്ധമായിട്ടുള്ള വിഷയമായിരുന്നു ഈ ബീഡി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ ഇത്രയും സാധാരണക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എവിടുന്നാണ് ഇത്രയും വലിയ സമ്പന്നമായിട്ടുള്ള സംവിധാനങ്ങൾ എത്തിപ്പെട്ടത്? ഇത്രയും കാശ് എവിടുന്നാണ്? അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ MLA മാരും MP മാരും മന്ത്രിമാരും പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാർ, ഇവരുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ എല്ലാം പുറത്തു കൊണ്ടുവരാൻ PV അൻവർ എന്നാൽ തയ്യാറാവണം. ഈ PV അൻവറിനെ സംബന്ധിച്ചുള്ളത് എന്താണ്? ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്? ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾക്കതിനെപ്പറ്റി പ്രത്യേകിച്ച് പരസ്യപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് പൂർണ്ണമായിട്ടും ഇന്നത്തെ കേരളത്തിന്റെ ഒരു സ്ഥിതി വെച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാകും. മലപ്പുറം ജില്ലയിലെ SP-യുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് മീഡിയ വണ്ണിന്റെ ഗുരുതരമായിട്ടുള്ള ആരോപണം. മീഡിയ വൺ പറയുന്ന കാര്യം എന്താണ്? മലപ്പുറം ജില്ലയിൽ കേസുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കഞ്ചാവ് ഒരു 3 പേര് കൂടിയിരുന്ന് വലിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കേസ് എടുക്കേണ്ടതിന്റെ പകരം 3 പേർക്കെതിരെ 3 കേസുകളായിട്ട് എടുക്കുന്നു. വ്യത്യസ്തമായിട്ട് 3. അപ്പൊ ഒരു കേസ് എടുക്കുന്ന സ്ഥലത്ത് 3 കേസ് എടുക്കുന്നതാണ് മീഡിയ വണ്ണിന്റെ ആരോപണം. ഇതൊക്കെ മീഡിയ വൺ എന്ന് പറയുന്ന സത്യസന്ധത മാത്രം ഊട്ടി ഉറപ്പിക്കുന്ന, ജനങ്ങളോട് പറയുന്ന ഒരു ചാനൽ വന്നുകൊണ്ട് ആണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് എന്നുകൂടി നമ്മളെല്ലാവരും ആലോചിക്കണേ. അപ്പൊ അത്രത്തോളം വലിയ ഉത്തരവാദിത്തമാണ് ഈ മീഡിയ വണ്ണിനുള്ളത്. അപ്പൊ മീഡിയ വണ്ണിന്റെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് PV അൻവറിന് വരുന്നു. അതോടൊപ്പം ഇതുപോലെ ഈ MR അജിത് കുമാർ, ശശിധരൻ, ADGP അജിത് കുമാർ അടക്കമുള്ള ആളുകൾ ഏത് സംഭവത്തിലേക്ക് പോകുന്നു? വലിയ രീതിയിൽ പ്രതികളാണ്, ഇവരൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണ് എന്നുള്ള അവസ്ഥയിലേക്ക് മീഡിയ വണ്ണും PV അൻവറും കൂടിയിട്ട് ഇപ്പം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള PV അൻവറിന് എന്തുകൊണ്ടാണ് മീഡിയ വണ്ണിന്റെ ഇത്രയും വലിയ സപ്പോർട്ട് കിട്ടുന്നത്? മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് മാറുന്നത്. ഒരു സ്വസ്ഥമായിട്ട് ഇവിടെ പല ആളുകൾക്കും എന്തും ചെയ്യാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ അനുവദിക്കില്ല, അവരിനി വളർത്തില്ല, ഇനി വളർന്ന് പോകണ്ട. ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ അൻവറിനെ പോലെയുള്ള ആളുകളാണ്. അൻവറിന് സംസ്ഥാന CPM-ൽ വലിയ ശക്തിയുണ്ട്, മുഖ്യമന്ത്രിയുമായിട്ട് വലിയ രീതിയിൽ അടുപ്പമുണ്ട്. അപ്പൊ ഇതുള്ളതിന്റെ പേരിൽ ഇനി ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണ്, മലപ്പുറത്തുകാരനായിട്ടുള്ള താൻ തീരുമാനിക്കുന്ന കാര്യമാണ് ഇവിടെ നടക്കൂ. ഇവർക്ക് വലിയ വീട് പണിയാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ അഴിമതി നടത്തി കാശുണ്ടാക്കിയ ആളുകളാണെന്നാണ് PV അൻവറിന്റെ വാദം. അഴിമതി നടത്തി കാശുണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ എത്ര MLA-മാരും MP-മാരും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും, അല്ലെങ്കിൽ താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള എത്ര ആളുകൾ, താങ്കളുടെ സാമ്പത്തികം തന്നെ എത്രത്തോളം ഉണ്ട്? അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള കുറെ കലാപരിപാടികൾ നടത്തി നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ വേണ്ടി, കാശ്മീർ മോഡൽ പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വലിയ പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ തർക്കമില്ല. അപ്പൊ എങ്ങനെയാണെങ്കിലും വരും ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങളൊക്കെ തെളിയുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വിപിൻ ലാൽ, ഫസ്റ്റ്.